നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യം സമാപിച്ചു. സമാപന സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അന്യോന്യ പരിഷത്ത് സെക്രട്ടറി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. നാറാസ് നാരായണൻ നമ്പൂതിരി, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ സുനിൽ കർത്ത, എം മനോജ് കുമാർ, അഖിൽ നന്ദകുമാർ, പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ, വൈസ് പ്രസിഡന്റ് രാമനുണ്ണി, ജോയിന്റ് സെക്രട്ടറി പി ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വേദജ്ഞന്മാരായ തൃശൂർ യോഗത്തിലെ തിരുത്തുമുക്ക് നാരായണൻ നമ്പൂതിരി, തിരുനാവായ യോഗത്തിലെ എടപ്പുലിയോടം ബിജേഷ് നമ്പൂതിരി എന്നിവരെ ആദരിച്ചു. വേദപഠനത്തിൽ മികവ് പുലർത്തുകയും അന്യോന്യത്തിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് നൽകുന്ന കരുവാട്ട് വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ നാമധേയത്തിലുള്ള പുരസ്കാരം വടക്കുംപാട്ട് ഹരിനന്ദൻ നമ്പൂതിരിക്ക് സമർപ്പിച്ചു. കഴിഞ്ഞ 36 വർഷമായി അന്യോന്യത്തിനാവശ്യമായി വരുന്ന പുഷ്പങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്ന ഗുരുവായൂരിലെ പുഷ്പവ്യാപാരിയായ കടവല്ലൂർ ചക്രാട്ട് രമണനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് കോട്ടയ്ക്കൽ PSV നാട്യസംഘം അവതരിപ്പിച്ച ലവണാസുരവധം കഥകളിയും ഉണ്ടായിരുന്നു. ഏകാദശിയുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഷഷ്ഠി വിളക്ക് തെളിഞ്ഞു. അഷ്ടമി വിളക്കായ വെള്ളിയാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. മാണിക്യത്ത് ചന്ദ്രശേഖര മേനോന്റെ വകയായാണ് ഷഷ്ഠി വിളക്ക് ആഘോഷിച്ചത്. പുരാതന കാലം മുതലേയുള്ള വിളക്കാണിത്. മാണിക്യത്ത് തറവാടിന് ക്ഷേത്രത്തിന്റെ ഉടമയായിരുന്ന സാമൂതിരി രാജവംശവുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രാത്രി ഇടയ്ക്ക നാദസ്വരമേളത്തിന്റെ അകമ്പടിയിൽ വിളക്കെഴുന്നള്ളിപ്പ് നടന്നു. ഏകാദശിയുടെ ഭാഗമായി മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിലെ ചെമ്പൈ സംഗീതോത്സവ വേദിയിലെ സ്പെഷ്യൽ കച്ചേരികൾ സമാപിച്ചു. വിളക്കാഘോഷത്തിന്റെ 27ാം ദിവസമായ ഇന്ന് നെന്മിനി മനവക സപ്തമി വിളക്കാണ്. നെന്മിനി മനയിലെ NC രാമൻ ഭട്ടതിരിപ്പാടിന്റെ പേരിലാണ് വിളക്ക് ആഘോഷിക്കുന്നത്. സ്വന്തം പറമ്പിലെ നാളികേരം മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയ വെളിച്ചെണ്ണയിലാണ് ക്ഷേത്രത്തിനകത്തെ മുഴുവൻ വിളക്കുകളും തെളിയുന്നത്. അഷ്ടമി വിളക്ക് ദിനമായ വെള്ളിയാഴ്ച മുതൽ സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിലാണ് ഗുരുവായൂരപ്പന്റെ എഴുന്നള്ളത്ത്. ഏകാദശി വരെയുള്ള 4 ദിവസവും സ്വർണ്ണക്കോലമാണ് എഴുന്നള്ളിക്കുക. ചാവക്കാട് തിരുവത്ര കുഞ്ചേരി 4ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഫ്ലെക്സ് ബോർഡ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. BJP സ്ഥാനാർത്ഥി ഷർമിള ഗണേഷിന്റെ ഫ്ലെക്സ് ബോർഡാണ് നശിപ്പിച്ചത്. സംഭവത്തിൽ BJP 4ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധിച്ചു. TB സലീഷ്, TR ഗണേശൻ, TN മോഹനൻ, MD ദിവാകരൻ, TN വിജയൻ എന്നിവർ സംസാരിച്ചു. വാർഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഏകോദര സഹോദരന്മാരെ പോലെ ഇവിടുത്തെ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും കൂടിയിട്ട് നടത്തുന്ന ഒരു ക്ലബ്ബുണ്ട്, യുവസാരഥി എന്ന് പറയുന്ന. അതിലും അതേപോലെ തന്നെ തോളോട് തോൾ ചേർന്ന് നിന്നിട്ടാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കാറ്. അങ്ങനത്തെ ഈ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതിൽ വളരെയധികം വിഷമമുണ്ട്. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ഭാരതം മുഴുവൻ പന്തലിക്കുമ്പോൾ നാം മാത്രം എന്തിനു മാറി നിൽക്കണം എന്ന ഒരു ചിന്ത ഈ വാർഡിലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മാനസിക വിഷമമായിരിക്കും ചിലപ്പോൾ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. പുനയൂർ ഏരിയമ്മൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ പൊളിച്ച് പണം കവർന്നു. 10,000 രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. തിടപ്പള്ളിയുടെ വാതിൽ, ഓഫീസ് റൂം പൂട്ട് എന്നിവയും പൊളിച്ചിട്ടുണ്ട്. പുലർച്ചെ 5 മണിയോടെ ക്ഷേത്രം തുറക്കാനെത്തിയ പൂജാരിയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. ഉടൻ തന്നെ ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയും ക്ഷേത്രം ഭാരവാഹികൾ ഗുരുവായൂർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കളഞ്ഞുകിട്ടിയ 25,000 രൂപയും പാസ്പോർട്ടും അടങ്ങിയ പേഴ്സ് ഉടമയ്ക്ക് തിരിച്ചു നൽകി യുവാവ് മാതൃകയായി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി കോഴിക്കോട് നിന്നുമെത്തിയ ഷിമ്മി ഗണേഷ് എന്ന യുവതിയുടെ പേഴ്സാണ് നഷ്ടപ്പെട്ടത്. യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. മുരളീകൃഷ്ണ ഹോട്ടലിലെ തൊഴിലാളിയായ സുരേന്ദ്രന് പേഴ്സ് കിട്ടുകയും ഉടമ തിരക്കി വരാത്തതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഏൽപ്പിക്കുകയുമായിരുന്നു. ഉടനെ ഉടമസ്ഥയെ വിളിച്ചറിയിക്കുകയും പേഴ്സ് കൈമാറുകയും ചെയ്തു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നയിക്കുന്ന തീരദേശ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. കൺവെൻഷൻ മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ബൈബിൾ പ്രതിഷ്ഠ നടത്തി. നവംബർ 30 വരെ വൈകിട്ട് 4:30 മുതൽ 9:30 വരെ നടത്തുന്ന കൺവെൻഷനിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കും. ചരമം. ചൊവ്വല്ലൂർ അതിയാരത്ത് സേതുമാധവൻ നായർ നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് പാമ്പാടി ഐവർ മഠത്തിൽ നടത്തും. സൗദാമിനിയാണ് ഭാര്യ. സീമ, സൗമ്യ എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.